സഖാവ് സെയ്താലിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന പട്ടാമ്പി ഗവൺമെൻറ് കോളേജ്, SFIയുടെ കോട്ടയായ പട്ടാമ്പി ഗവൺമെൻറ് കോളേജ്. അവിടെ ആദ്യം KSUവിൻ്റെ കമാൽ ജനറൽ സെക്രട്ടറിയായും കൗൺസിലറായും ജയിച്ച കമാൽ. അതിനുശേഷം ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നത്. പിന്നീട് ജനറൽ സെക്രട്ടറിയായും കൗൺസിലറായും ഷാഫി പറമ്പിൽ ജയിക്കുന്നു. പിന്നീട് അതിന് തുടർച്ചയുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് SFI ഒന്ന് പിറകിൽ പോയത്. ഇപ്പോൾ SFI വീണ്ടും തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്ന ഷാഫി പറമ്പിൽ തുടർച്ചയായി വിജയങ്ങൾ നേടുന്ന ഷാഫി പറമ്പിൽ. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു. 4000-ന് താഴെയായി അത് ചുരുങ്ങുന്നു. അത് BJPയുടെ ഒരു നേട്ടമായി കണ്ടു. പക്ഷെ അതല്ല എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് ബോധ്യമാക്കി തന്നു. അത് മെട്രോമാൻ ശ്രീധരൻ്റെ നേട്ടമായിരുന്നു അത് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തവണ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന തോന്നൽ ജനിച്ചു. അതുപോലെ സന്ദീപ് വാര്യരുടെ വരവ്, BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന വരവ്, അതുപോലെ പി സരിൻ KPCCയുടെ ഡിജിറ്റൽ മേധാവിയായിരുന്ന പി സരിൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത് സ്ഥാനാർത്ഥിയായത്, ഇതൊക്കെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയത്. പക്ഷേ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം 18,000-ലധികം വോട്ടുകൾ ആയിരുന്നു. അവിടെ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാന കാര്യമുണ്ട്. എന്താണ് ഈ വിജയത്തിന്റെ മാറ്റ് വർദ്ധിപ്പിച്ചത്? പാലക്കാടും മലമ്പുഴയിലും അതുപോലെ നഗരസഭയിലും സ്ഥാനാർത്ഥിയെ നിയമസഭാ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ നഗരസഭയിലും സ്ഥിരം സാന്നിധ്യമായിരുന്ന കൃഷ്ണകുമാറായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം 18,000-ലധികം വോട്ടുകൾക്ക് പിറകിൽ പോവുകയാണ് ചെയ്തത്. ജയിക്കുമെന്ന തോന്നൽ ജനിപ്പിച്ച് പിറകിൽ പോയ കൃഷ്ണകുമാർ. എന്തായിരുന്നു ഇതിന് കാരണം? ട്രോളി ബാഗ് വിവാദവും സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും വന്ന പരസ്യങ്ങളുമാണോ ഇതിന് കാരണം? സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും അതല്ല കാരണമെന്ന്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ നിയമസഭാ സാമാജികരും പാർലമെന്ററി രംഗത്തുള്ള ആളുകളുടെയും രീതികൾ മാറണമെന്ന ജനങ്ങളുടെ താല്പര്യം, അതായിരിക്കാം ഒരുപക്ഷെ ഇതിന് കാരണം. ഷാഫി പറമ്പിലിനെ പോലെ നിറഞ്ഞ ചിരിയോടെ ജനങ്ങളെ അഭിമുഖീകരിക്കുകയും ജനങ്ങളിൽ ഒരാളായി മാറുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മലയാള സിനിമയിൽ അയലത്തെ പയ്യൻ എന്ന ഇമേജിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആളാണ് ജയറാം. അതുപോലെ ഒരു ഇമേജിലാണ് ഷാഫി പറമ്പിൽ എത്തിയത്. നിഷ്കളങ്കമായ ചിരിയും ഇടപെടലുകളും ശരീരഭാഷയും അതിൽ പ്രധാനമായിരുന്നു. ഷാഫി പറമ്പിലിന്റെ തുടർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മൾ കണ്ടത്. പ്രായം 35-നോട് അടുത്തുവെങ്കിലും നിഷ്കളങ്കനായ കുട്ടിയുടെ പരിവേഷത്തോടെയാണ് അല്ലെങ്കിൽ ഭാവത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ എത്തിയത്. താൻ പ്രമാണിത്വമില്ലായ്മ, മേധാവിത്വമില്ലായ്മ തുടങ്ങിയവ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിലും പാർലമെന്ററി രംഗത്തും ഉള്ളവരെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ ശരീരഭാഷ വേറെയാണ്. മേധാവിത്വം സൂചിപ്പിക്കുന്ന ശരീരഭാഷ, അതുപോലെ താൻ പ്രമാണിത്വം, ഇതെല്ലാം പ്രകടമാണ്. പക്ഷേ ഇവരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഈ വിജയത്തിന്റെ കാരണങ്ങൾ നമ്മൾ എണ്ണുമ്പോൾ ട്രോളി ബാഗും പത്രപരസ്യം വിവാദവും എല്ലാം വരുമെങ്കിൽ അതിനെ എല്ലാറ്റിനെയും മറികടന്നുകൊണ്ട് കടന്നു വരികയാണ് രാഹുൽ തന്റെ നിഷ്കളങ്ക ഭാവത്തിലൂടെയും ശരീരഭാഷയിലെയും. നിങ്ങളിൽ ഒരുവനായി ഞാൻ എന്ന തോന്നൽ. ഈ മാറ്റം എന്താണ് സൂചിപ്പിക്കുന്നത്? ഭരണവിരുദ്ധ വികാരത്തിനും PP ദിവ്യ എഫക്റ്റിനും അപ്പുറം മേൽക്കൈ നേടിയത് ഷാഫി പറമ്പിലിന്റെ നിഷ്കളങ്കമായ ചിരിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളുമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് എന്താണ് നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം. അതിന് കാരണം പി സരിന്റെ മാറ്റവും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അല്ലെ BJPയുടെ മേൽക്കൈ എല്ലാം ആയിരുന്നുവെങ്കിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് അങ്ങനെയല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. നേതൃത്വത്തിന് വരേണ്ട ഒരു മാറ്റം, അത് എന്ത് വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, യുവത ആഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നഗരസഭയിൽ വരെ 4500 വോട്ടുകൾ ചോർന്നു പോയ BJPയുടെ മുഖം എന്താണ് കാണിച്ചത്? സ്ഥിരം രീതികൾ തന്നെയാണ് കൃഷ്ണകുമാറിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ സരിൽ നിന്നും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളെ കണ്ടതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഒരു വഴിമാറ്റത്തിന്റെ മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കാം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തോട് പറയുന്നത് എന്തായിരിക്കാം? കോൺഗ്രസിൽ വരാൻ പോകുന്ന ഒരു മാറ്റം, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് നയിക്കുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ പാർലമെന്ററി രംഗം, അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന വിശ്വാസമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം തരുന്നത്.